അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് അറ്റോമിക് എമിഷൻ സ്പെക്ട്രോസ്കോപ്പി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഇതിന്റെ സോഴ്സസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ കയ്യിലൊരു സാമ്പിൾ ഉണ്ട്. അത് നമ്മുടെ സോഴ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ആ സാമ്പിളിനെ വേപ്പറൈസ് ചെയ്യുന്നു. ദെൻ അതിലെ ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്ത് അതിനെ അറ്റോമൈസ് ചെയ്യുന്നു. ദെൻ അതിനെ എക്സൈറ്റ് ചെയ്യുന്നു. ഓക്കെ, എക്സൈറ്റ് ചെയ്തിട്ട് ഡി എക്സൈറ്റ് ചെയ്യുമ്പോൾ അത് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു. ആ റേഡിയേഷനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ സാമ്പിൾ നമ്മൾ എങ്ങനെയാ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഇലക്ട്രിക്കൽ സോഴ്സിന്റെ ഇടയിൽ ആർക്ക് ഗ്യാപ്പ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നമ്മൾ ഇലക്ട്രോഡ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ് നമ്മൾ സാമ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ആർക്ക് ഓർ സ്പാർക്ക് ഒറിജിനേറ്റ് അറ്റ് ദ കൗണ്ടർ ഇലക്ട്രോഡ് ആൻഡ് പാസസ് ത്രൂ ദ സാമ്പിൾ ഇലക്ട്രോഡ്. അപ്പൊ നമ്മുടെ ആർക്ക് അല്ലെങ്കിൽ സ്പാർക്ക് കൗണ്ടർ ഇലക്ട്രോഡിൽ ഒറിജിനേറ്റ് ചെയ്യുകയും സാമ്പിൾ ഇലക്ട്രോഡിലേക്ക് പാസ് ചെയ്യുകയുമാണ് ചെയ്യാറുള്ളത്. Then sample is positioned between electrodes or incorporated into the sample electrode. അപ്പൊ നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രോഡുകൾക്കിടയിലായിരിക്കും ചിലപ്പോൾ നമ്മൾ വെക്കുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ സാമ്പിൾ ഇലക്ട്രോഡിലായിരിക്കും അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ സാമ്പിൾ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് ആവണം. Then electrode material requirement. It must be electrically conductive and should withstand high temperature. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആർക്ക് ഗ്യാപ്പിലൊക്കെ ഹൈ ടെമ്പറേച്ചർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മുടെ സാമ്പിളിനെ വേപ്പറൈസ് ചെയ്യുകയും അറ്റോമൈസ് ചെയ്യുകയും എക്സൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. സോ ആ ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ നമ്മുടെ ഇലക്ട്രോഡിന് പറ്റണം. നമ്മുടെ ഇവിടെ കൗണ്ടർ ഇലക്ട്രോഡ് ആയിട്ട് കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്നത് ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ് ഈസ് പ്രിഫേർഡ് ആസ് കൗണ്ടർ ഇലക്ട്രോഡ് മെറ്റീരിയൽ ബിക്കോസ് ഗുഡ് ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി ആസ് വെൽ ആസ് it can be easily shaped into various geometries. Then metallic electrodes can be shaped to contain if they do not interfere with analysis. In some cases, the metallic electrode itself can be analyzed. അതായത് നമ്മുടെ മെറ്റാലിക് ഇലക്ട്രോഡ്സിനെ നമുക്ക് പല ആക്കി മാറ്റാൻ പറ്റും. നമ്മൾ സാമ്പിൾ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് അതിനെ പല ഷേപ്പിൽ നമുക്ക് അതിനെ ഷേപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് അത് എന്ത് ചെയ്യരുത്, നമ്മുടെ അനാലിസിസുമായിട്ട് ഈ ഇലക്ട്രോഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇന്റർഫിയർ ചെയ്യരുത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ കൗണ്ടർ ഇലക്ട്രോഡ്, ഇതാണ് നമ്മുടെ സാമ്പിൾ ഇലക്ട്രോഡ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കൗണ്ടർ ഇലക്ട്രോഡിൽ നിന്ന് സാമ്പിൾ ഇലക്ട്രോഡിലേക്കാണ് നമ്മുടെ ആർക്ക് അല്ലെങ്കിൽ സ്പാർക്ക് പാസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ സാമ്പിൾ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് നമ്മളൊരു കപ്പ് ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഷേപ്പിലാക്കിയത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലാണ് നമ്മുടെ സാമ്പിൾ ഇൻസേർട്ട് ചെയ്യുക. ലിക്വിഡോ സോളിഡോ ആയിട്ടുള്ള സാമ്പിൾ നമ്മൾ ഇതിൽ ഇൻസേർട്ട് ചെയ്യുന്നു. ദെൻ ഇവിടെ ഹൈ ടെമ്പറേച്ചർ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് അത് വേപ്പറൈസ് ചെയ്യുകയും അറ്റോമൈസ് ചെയ്യുകയും എക്സൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വേറൊരു കാര്യം, ഇതൊരു റൊട്ടേറ്റിംഗ് ഡിസ്ക് ആണ്. ഇവിടെ നമ്മുടെ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഒരു റൊട്ടേറ്റിംഗ് ഡിസ്കിന്റെ ഫോമിലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അവിടെ എന്താ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ലിക്വിഡ് സാമ്പിൾ ആണ്. അപ്പൊ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ സർഫസിൽ നമ്മുടെ സാമ്പിൾ ഉണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് ഈ സാമ്പിൾ ഇവിടെ ഹൈ ടെമ്പറേച്ചർ ആണ്. നമുക്കറിയാം ഈ ആർക്ക് ഗ്യാപ്പിൽ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ട് അത് വേപ്പറൈസ് ചെയ്യുകയും അറ്റോമൈസ് ചെയ്യുകയും എക്സൈറ്റ് ചെയ്യുകയും ചെയ്യും. ദെൻ വേറെ മെത്തേഡ് എന്ന് പറയുന്നത് പോറസ് കപ്പ് യൂസ് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ സാമ്പിള് ഇത് പോറസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അപ്പൊ ഇവിടെ നമ്മുടെ സാമ്പിളിന്റെ ചെറിയ ചെറിയ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടായിരിക്കും. ആൻഡ് ഈ സാമ്പിൾ എന്ത് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞ പോലെ വേപ്പറൈസ് ചെയ്യുകയും അറ്റോമൈസ് ചെയ്യുകയും എക്സൈറ്റ് ചെയ്യുകയും ചെയ്യും. ആൻഡ് ഇതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സാമ്പിൾ എന്ന് പറയുന്നത് ഒരു മെറ്റാലിക് ആയിട്ടുള്ള സ്പീഷീസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇലക്ട്രോഡ് ആയിട്ട് ഷേപ്പ് ചെയ്തിട്ട് അത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാമ്പിൾ ഇലക്ട്രോഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. So metallic electrode can be shaped to contain sample and they should not interfere with the analysis. Then in some cases metallic electrode itself can be analyzed. നമ്മൾ ലിക്വിഡ് സാമ്പിൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. ഇവാപറേറ്റഡ് ഇൻ എ ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ് കപ്പ്, ഇവിടെ പറഞ്ഞ പോലെ നമ്മൾ ഇവാപറേറ്റ് ചെയ്യുന്നു. ആൻഡ് മിക്സ്ഡ് വിത്ത് പൗഡർഡ് ഗ്രാഫൈറ്റ് പ്ലേസ്ഡ് ഇൻ എ കപ്പ് ആൻഡ് ഡ്രൈഡ്. നമ്മൾ അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യം പൗഡർഡ് ഗ്രാഫൈറ്റുമായിട്ട് മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഗ്രാഫൈറ്റ് ആകുമ്പോൾ നല്ല തെർമലി കണ്ടക്റ്റീവ് ആണ്, ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് ആണ്. അപ്പൊ അതിന്റെ കണ്ടക്ടിങ് പ്രോപ്പർട്ടി മീൻസ് കണ്ടക്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രാഫൈറ്റും കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. അബ്സോർബ്ഡ് ബൈ എ പോറസ് ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ് ദെൻ ഡ്രൈഡ്. ഇതുപോലെ ഒരു പോറസ് ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്, can be introduced via a rotating disk electrode. ഇതുപോലത്തെ ഒരു റൊട്ടേറ്റിംഗ് ഡിസ്ക് ഇലക്ട്രോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിക്വിഡ് സാമ്പിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോളിഡ് സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞ പോലെ ഗ്രൗണ്ട് ചെയ്തിട്ട് വെക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ അതിൽ മിക്സ് ചെയ്യുന്നു, ഗ്രാഫൈറ്റ് മിക്സ് ചെയ്യുന്നു. ഓക്കെ, ദെൻ കണ്ടക്റ്റീവ് ഓഫൺ മിക്സ്ഡ് വിത്ത് ഗ്രാഫൈറ്റ് ടു ഇംപ്രൂവ് കണ്ടക്ടിവിറ്റി. കണ്ടക്റ്റീവ് സോളിഡ് സാമ്പിൾ ക്യാൻ ബി മെഷീൻഡ് ആൻഡ് യൂസ്ഡ് ഡയറക്ട്ലി ആസ് ഇലക്ട്രോഡ്സ്. കണ്ടക്റ്റീവ് ആയിട്ടുള്ള സോളിഡ് സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രോഡ് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്ലിറ്റിനെ പറ്റിയിട്ടാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ സാമ്പിൾ എക്സൈറ്റ് ചെയ്തു, നമ്മുടെ ആറ്റംസ് എക്സൈറ്റ് ചെയ്തു, ആൻഡ് ഡി എക്സൈറ്റ് ചെയ്യുമ്പോൾ അവർ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. ഓക്കെ, റേഡിയേഷൻസ് പല ഡയറക്ഷനിലേക്ക് അവർ എമിറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വരുന്ന റേഡിയേഷനെ നമുക്ക് നമ്മുടെ ഡിസ്പേർഷൻ എലമെന്റ് അല്ലെങ്കിൽ ഡിറ്റക്ടറിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, കൊളിമേറ്റ് ചെയ്യണം, അതിലേക്ക് ഫോക്കസ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നു, ഒരു സ്ലിറ്റ് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമ്മളൊരു സ്ലിറ്റ് യൂസ് ചെയ്യുന്നു. ഇതിനെ നമ്മൾ എൻട്രൻസ് സ്ലിറ്റ് എന്നാണ് പറയാം. എൻട്രൻസ് സ്ലിറ്റ്. ഇപ്പൊ എൻട്രൻസ് സ്ലിറ്റിന്റെ ഫംഗ്ഷൻ എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാമ്പിളിൽ നിന്ന് വരുന്ന റേഡിയേഷനെ എന്ത് ചെയ്യുക, ഡിസ്പേർഷൻ എലമെന്റിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ ഡിസ്പേർഷൻ എലമെന്റിലേക്ക് കൊളിമേറ്റ് ചെയ്യുക. അപ്പൊ ഇതുപോലെ ഒരു ബീം, കൊളിമേറ്റ് ചെയ്തിട്ടുള്ള നാരോ ബീം നമ്മുടെ ഡിസ്പേർഷൻ എലമെന്റിൽ വരുന്നു. ഈ ബീമിൽ ഒരുപാട് വേവ് ലെങ്ത് ഉണ്ടായിരിക്കും. നമ്മുടെ സാമ്പിളിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് ഉണ്ടായിരിക്കും. ഒരു എലമെന്റിന് നല്ല പല ട്രാൻസിഷൻസ് പോസിബിൾ ആണ്. അപ്പൊ പല വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷൻ ഈ ഒരൊറ്റ ബീമിൽ ഉണ്ടാവും. ദാറ്റ് ഈസ് ഇത് പോളിക്രോമാറ്റിക് റേഡിയേഷൻ ആണ്. ഓക്കെ, ഇതൊരു പോളിക്രോമാറ്റിക് ആയിട്ടുള്ള റേഡിയേഷൻ ആണ്. സോ നമ്മുടെ പ്രിസം അല്ലെങ്കിൽ ഡിസ്പേർഷൻ എലമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ അത് പല പല വേവ് ലെങ്ത്തുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, ഡിസ്പേർഷൻ സംഭവിക്കും. ഓക്കെ, ഇപ്പൊ കാണിക്കുന്ന ഓരോ ലൈൻ എന്ന് പറയുന്നതും ഓരോ വേവ് ലെങ്ത്തുകളാണ്. ഓക്കെ, ഓരോ ലൈനും ഓരോ വേവ് ലെങ്ത് ആണ്. ദാറ്റ് ഈസ് നമ്മുടെ പോളിക്രോമാറ്റിക് റേഡിയേഷൻ ഇപ്പൊ മോണോക്രോമാറ്റിക് റേഡിയേഷൻ ആക്കി മാറ്റുന്നതാണ്. ദെൻ ഇവിടെയും നമ്മൾ ഒരു സ്ലിറ്റ് യൂസ് ചെയ്യും. അതിനെ നമ്മൾ എക്സിറ്റ് സ്ലിറ്റ് എന്നാണ് പറയാം. ഓക്കെ, എക്സിറ്റ് സ്ലിറ്റ്. അത് നമ്മള് ബീമിനെ, ദാറ്റ് ഈസ് മോണോക്രോമാറ്റിക് റേഡിയേഷനെ ഡിറ്റക്ടറിലേക്ക് ഡയറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എക്സിറ്റ് സ്ലിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ എക്സിറ്റ് സ്ലിറ്റ് നമുക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇനി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോൾ ഇവിടെ വരും. ദെൻ ഈ റേഡിയേഷൻ നമുക്ക് ഡിറ്റക്ട് ചെയ്യാം, ഡിറ്റക്ടറിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ദെൻ ഒന്നും കൂടെ മേലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റേഡിയേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വേവ് ലെങ്ത്തിനെ നമുക്ക് ഡിറ്റക്ടറിലേക്ക് ഡയറക്ട് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ കയ്യിൽ ഒരു എൻട്രൻസ് സ്ലിറ്റും ഉണ്ട്, ഒരു എക്സിറ്റ് സ്ലിറ്റും ഉണ്ട്. എൻട്രൻസ് സ്ലിറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെ കൊളിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് എക്സിറ്റ് സ്ലിറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓരോ വേവ് ലെങ്ത്തിനെയും സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ എൻട്രൻസ് സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റിജക്ട് സ്ട്രേ ലൈറ്റ് ആൻഡ് അലോ ഓൺലി കൊളിമേറ്റഡ് ലൈറ്റ് ഫ്രം ദ സാമ്പിൾ. ഇറ്റ് ഈസ് റിക്വയർഡ് ഇൻ ഓൾ സ്പെക്ട്രോഗ്രാഫ്. എല്ലാ സ്പെക്ട്രോഗ്രാഫിലും എൻട്രൻസ് സ്ലിറ്റ് നിർബന്ധമാണ്. പക്ഷെ എക്സിറ്റ് സ്ലിറ്റ് ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ആവശ്യമായിട്ട് വരുന്നത്. സോ എക്സിറ്റ് സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് മോണോക്രോമാറ്റിക് സിസ്റ്റം. ഇറ്റ് ഈസ് പൊസിഷൻ ഔട്ട്സൈഡ് ദ ഡിസ്പേർഷൻ എലമെന്റ് ആൻഡ് ഇറ്റ് ലിമിറ്റ്സ് ദ വേവ് ലെങ്ത് റേഞ്ച് റീച്ചിങ് ദ ഡിറ്റക്ടർ. അതാണ് അതിന്റെ ഫംഗ്ഷൻ. ഡിറ്റക്ടറിൽ എത്തുന്ന വേവ് ലെങ്ത് റേഞ്ചിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. It is required when using a photo detector and not needed when using a film as a detector. നമുക്ക് രണ്ട് ടൈപ്പ് ഡിറ്റക്ടർ ഉണ്ട്. ഫിലിം നമ്മൾ ഡിറ്റക്ടർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഫോട്ടോ ഡിറ്റക്ടേഴ്സ്, ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് പോലത്തെ ഫോട്ടോ ഡിറ്റക്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഫിലിമാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റ് സ്ലിറ്റിന്റെ ആവശ്യമില്ല. ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് പോലത്തെ ഫോട്ടോ ഡിറ്റക്ടേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റ് സ്ലിറ്റ് അത്യാവശ്യമാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ഡിറ്റക്ടർ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. Then slit-ന്റെ requirements ആണ് straight, parallel and have sharp edges. Any imperfection in the slit affect the recorded image. Usually bilaterally adjustable. That is, both sides move equally and stay parallel. Then center of the slit remain fixed in the optical path. ഇനി നമ്മൾ പറഞ്ഞു ഈ സ്ലിറ്റ് നേരോ ആണെങ്കിൽ നമ്മുടെ റെസൊല്യൂഷൻ ഒന്നും കൂടെ കൂടുതലായിരിക്കും. അതായത് ഇവിടെ ഇതൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാണ് ഒരുപാട് റേഡിയേഷൻസ് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള വേവ് ലെങ്ത്തുകൾ ഉണ്ടായിരിക്കും ചിലപ്പോൾ. അപ്പൊ നമ്മുടെ എക്സിറ്റ് സ്ലിറ്റ് നേരോ അല്ലെങ്കിൽ ഈ രണ്ട് വേവ് ലെങ്ത്തും അറ്റ് എ ടൈം എന്ത് ചെയ്യുന്നു, ഡിറ്റക്ടറിൽ എത്തുന്നു. നേരെ മറിച്ച് നമ്മുടെ എക്സിറ്റ് സ്ലിറ്റ് ഒന്നും കൂടെ നേരോ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് കയറാൻ പറ്റില്ല, ഒരു റേഡിയേഷന് മാത്രമേ കയറാൻ പറ്റുള്ളൂ. സോ രണ്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള വേവ് ലെങ്ത്തുകളെ സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സിറ്റ് സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, നേരോ ആയിരിക്കണം. ഓക്കെ, നേരോ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതിന്റെ റെസൊല്യൂഷൻ കൂടുതലാണ് എന്ന് പറയാൻ പറ്റും. പക്ഷേ നേരോ ആണെങ്കിലുള്ള ഒരു പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത് മീൻസ് ഈ ഒരു ആരോ കാണിക്കുന്നത് ഒറ്റ റേഡിയേഷൻ ഇല്ല, ഈ ഒരു വേവ് ലെങ്ത്തിലുള്ള ഒരുപാട് റേഡിയേഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ നമ്മളിത് നാരോ ചെയ്യുന്നത് വഴി ഈ വേവ് ലെങ്ത്തിലുള്ള എല്ലാ റേഡിയേഷൻസും, അതിലൊന്നിൽ കൂടുതൽ ഫോട്ടോൺസ് ഉണ്ടായിരിക്കും ഈ വേവ് ലെങ്ത്തിലുള്ള. പക്ഷെ നമ്മളിത് നാരോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഫോട്ടോൺസിനും, ഈ വേവ് ലെങ്ത്തിലുള്ള എല്ലാ ഫോട്ടോൺസിനും ഡിറ്റക്ടറിൽ എൻ്റർ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അങ്ങനെ എല്ലാതും ഡിറ്റക്ടറിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിനെ ബാധിക്കും. അപ്പം നമ്മുടെ സെൻസിറ്റിവിറ്റി കുറയുമെന്ന് നമ്മൾ പറയും. അപ്പൊ സ്ലിറ്റ് നാരോ ചെയ്താലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ റെസൊല്യൂഷൻ കൂടുന്നുള്ളതാണ്. പക്ഷെ അതേസമയം അവിടെ സെൻസിറ്റിവിറ്റിനെയും ബാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ രണ്ടും കൂടെ കൺസിഡർ ചെയ്തിട്ട് ഒരു ബാലൻസ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്.
So narrower slit improves spectral resolution and narrower slit reduce radiant energy intensity, thus lowering sensitivity. So a balance must be maintained between resolution and sensitivity. So ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഡിസ്പേർഷൻ എലമെന്റ്സ് ആണ്. സോ ഡിസ്പേർഷൻ എലമെന്റ് ചെയ്യുന്നത് മോണോക്രോമാറ്റിക് റേഡിയേഷനെ പോളിക്രോമാറ്റിക് റേഡിയേഷനെ മോണോക്രോമാറ്റിക് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ പ്രിസമും ഗ്രേറ്റിംഗും ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. Monochromatic elements include both prisms and gratings and are designed into spectrograph on the basis of their dispersion and resolving power. So dispersion means it determines the ability to separate polychromatic radiation into monochromatic components. Higher dispersion lead to better separation and higher resolving power. So types of dispersion are linear dispersion and change in distance on recording plate per unit wavelength change. So wavelength നമ്മൾ പറഞ്ഞു രണ്ട് വേവ്ലെങ്ത്തുകൾ ഇങ്ങനെ വരിക. അപ്പൊ രണ്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള വേവ്ലെങ്ത്തുകൾ, ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള വേവ്ലെങ്ത്തുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ആ ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ രണ്ടിന്റെയും വേവ്ലെങ്ത്തിലുള്ള ചേഞ്ച് ഡെൽറ്റ ലാംഡ, അതിനെയാണ് നമ്മൾ ലീനിയർ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ലീനിയർ ഡിസ്പേർഷൻ കൂടുതലാണെങ്കിൽ അതൊരു നല്ല ഡിസ്പേഴ്സിംഗ് എലമെന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സിമിലർലി ആംഗുലാർ ഡിസ്പേർഷൻ ഉണ്ട്. അവിടെ നമ്മൾ ആംഗിൾ ആണ് മെഷർ ചെയ്യുന്നത്. Change in angle of the dispersed beam per unit wavelength change, that is delta theta by delta lambda. നമ്മൾ ലീനിയർ ഡിസ്പേർഷൻ പറഞ്ഞ പോലെ തന്നെ ആംഗുലാർ ഡിസ്പേർഷൻ കൂടുതലാണെങ്കിൽ അത് നല്ലൊരു ഡിസ്പേർഷൻ എലമെന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ റിസോൾവിംഗ് പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് മെഷർ ദ ഇൻസ്ട്രുമെന്റ്സ് എബിലിറ്റി ടു സെപ്പറേറ്റ് ടു ക്ലോസ്ലി അഡ്ജസന്റ് സ്പെക്ട്രൽ ലൈൻസ്. ക്ലോസ്ലി അഡ്ജസന്റ് ആയിട്ടുള്ള സ്പെക്ട്രൽ ലൈൻസിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഡിറ്റക്ടേഴ്സ് ആണ് ഫൈനലി നോക്കാനുള്ളത്. സോ ഡിറ്റക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഡിസൈൻ ടു അക്സെപ്റ്റ് വൺ, സെവറൽ ഓർ ഓൾ എമിഷൻ ലൈൻസ്. നമ്മുടെ ഡിറ്റക്ടറിൽ വരുന്ന മീൻസ് നമ്മുടെ സാമ്പിളിൽ നിന്ന് വരുന്ന ചിലപ്പോൾ ഒരു വേവ് ലെങ്ത് ആയിരിക്കും, അല്ലെങ്കിൽ ചില വേവ് ലെങ്ത്തുകളായിരിക്കും, അല്ലെങ്കിൽ എല്ലാ വേവ് ലെങ്ത്തുകളും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കും ഡിറ്റക്ടേഴ്സ് ഉണ്ടായിരിക്കുക. ഇറ്റ് യൂസസ് എയ്തർ ഫോട്ടോഗ്രാഫിക് ഫിലിം ഓർ ഫോട്ടോ മൾട്ടിപ്ലയേഴ്സ് ഫോർ ഡിറ്റക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് ചിലപ്പോൾ ഫിലിം ആയിരിക്കാം നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്സ് ആയിരിക്കും നമ്മൾ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഫോട്ടോഗ്രാഫിക് ഫിലിം ഡിറ്റക്ഷൻ. സോ ഇതാണ് ഫിലിം എന്ന് പറയുന്നത്. നമ്മുടെ വരുന്ന റേഡിയേഷൻ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ സ്ലിറ്റിന്റെ ആവശ്യമില്ല, എക്സിറ്റ് സ്ലിറ്റിന്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ ഫിലിം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെ വേവ് ലെങ്ത്തുകളാണോ ഉള്ളത് ആ വേവ് ലെങ്ത്തുകൾ ഫോളോ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് കളർ കാണിക്കും. നമ്മൾ കളേർഡ് ഫിലിം ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ കറസ്പോണ്ടിങ് വേവ് ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളർ കാണിക്കും. സോ ഇവിടെ നമ്മൾ ഓരോ വേവ് ലെങ്ത്തും ഐസൊലേറ്റ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതായത് എക്സിറ്റ് സ്ലിറ്റിന്റെ ആവശ്യമില്ല. സോ ഇതാണ് ഫോട്ടോഗ്രാഫിക് ഫിലിം ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. എല്ലാ വേവ് ലെങ്ത്തും എന്നെയും സൈമൾട്ടേനിയസ്ലി വന്ന ഫിലിമിൽ വന്ന് ഫോളോ ചെയ്യുന്ന സമയത്ത് കറസ്പോണ്ടിങ് കളർ ആ ഫിലിമിൽ കാണിക്കും. സോ ഇവിടെ എക്സിറ്റ് സ്ലിറ്റിന്റെ ആവശ്യമില്ല. So it records all emission lines simultaneously. It requires proper calibration to determine wavelength and identify samples qualitatively. And for quantitative analysis, intensity must be correlated with element concentration. അപ്പൊ നമ്മൾ ഇതിൽ ഏതൊക്കെ വേവ് ലെങ്ത് ആണ് എന്നുള്ളത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നു. അതിനുശേഷം അതിന്റെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലൈനിന്റെ തിക്നെസ് ആണ് നോക്കുന്നത്. എത്രത്തോളം ഇന്റൻസ് ആണ് നമ്മൾ ഓരോ റേഡിയേഷനും ഓരോ വേവ് ലെങ്ത്തും എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ അതിന്റെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഡു നോട്ട് റിക്വയർ ആൻഡ് എക്സിറ്റ് സ്ലിറ്റ്. ദെൻ ഫോട്ടോ മൾട്ടിപ്ലയർ ഡിറ്റക്ഷൻ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മുടെ ഒരു ഫോട്ടോ ഒരു വേവ് ലെങ്ത് വരുന്നു, ഇവിടെ നമുക്ക് എക്സിറ്റ് സ്ലിറ്റ് ആവശ്യമുണ്ട്. അപ്പൊ എക്സിറ്റ് സ്ലിറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ വേവ് ലെങ്ത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. ആൻഡ് ഒരു വേവ് ലെങ്ത് വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു മെറ്റൽ സർഫസിൽ വന്നിട്ട് ഇടിക്കുന്നു. ഓക്കെ, അങ്ങനെ മെറ്റൽ സർഫസിൽ ഇടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട്, ദാറ്റ് ഈസ് ഫോട്ടോ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ ഓരോ ഡൈനോഡുകൾ വെച്ചിട്ടുണ്ട്. ഈ ഡൈനോഡുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എന്ത് ചെയ്യും, ആനോഡുകളാണ്, അതായത് ഇലക്ട്രോൺസിനെ അതിലേക്ക് അട്രാക്ട് ചെയ്യും. അത് മാത്രമല്ല ഹൈ പൊട്ടൻഷ്യൽ ആണ്. ആൻഡ് ഒരു ഡൈനോഡിന്റെ പൊട്ടൻഷ്യലിനേക്കാൾ കൂടുതലായിരിക്കും അടുത്ത ഡൈനോഡിന്റെ പൊട്ടൻഷ്യൽ. സോ ഇവിടുന്ന് ഇജക്ട് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രോൺസ് ഈ ഡൈനോഡിൽ വന്നിടിക്കുകയും ആൻഡ് ഇവിടെ നിന്ന് ഫർദർ ഒരു ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട്, ദാറ്റ് ഈസ് നമ്മുടെ ഈ വന്ന ഇലക്ട്രോണും ആൻഡ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട് കാരണം ഇതിൽ നിന്ന് ഇലക്ട്രോൺ ഇജക്ട് ചെയ്യുകയും ചെയ്യും. സോ ആ രണ്ട് ഇലക്ട്രോൺസും കൂടെയാണ് അടുത്ത ഡൈനോഡിലേക്ക് പോവുക. ദെൻ ഇവിടുന്ന് വീണ്ടും ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട് സംഭവിക്കും. ദാറ്റ് ഈസ് നമ്മുടെ വന്ന രണ്ട് ഇലക്ട്രോണും ഇവിടെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട് കാരണം ഇജക്ട് ചെയ്ത രണ്ട് ഇലക്ട്രോണും, അങ്ങനെ 4 ഇലക്ട്രോൺസ് ആണ് അടുത്ത ഡൈനോഡിലേക്ക് പോവുക. അങ്ങനെ പോയി ആംപ്ലിഫൈ ചെയ്ത സിഗ്നൽ ആണ് നമ്മുടെ ഡിറ്റക്ടറിൽ എത്തുന്നത്.
അപ്പൊ ഇവിടെ ഡിറ്റക്ടറിൽ എത്തുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഇനീഷ്യലി എത്രത്തോളം ഫോട്ടോൺസ് വന്നു, നമ്മൾ ഒരു വേവ് ലെങ്ത് ഐസൊലേറ്റ് ചെയ്തു, ആ ഒരു വേവ് ലെങ്ത്തിൽ ആ വേവ് ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരുപാട് ഫോട്ടോൺസ് ഉണ്ടായിരിക്കും, സെയിം വേവ് ലെങ്ത് ഉള്ള ഒരുപാട് ഫോട്ടോൺസ് ഉണ്ടായിരിക്കും. അത് അതായത് ഇപ്പൊ നമ്മുടെ സാമ്പിളിൽ ഒരു എലമെന്റ് ഉണ്ട് എക്സ് എന്ന് വിചാരിക്കുക. ഓക്കെ, സാമ്പിളിൽ എക്സ് ആണ്. അപ്പൊ എക്സ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഫോട്ടോൺസ് എമിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എത്ര എക്സ് ആറ്റംസ് ഉണ്ടോ അത്രയും ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത്തിലുള്ള ഫോട്ടോൺസ് എമിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് അത്രയും ഫോട്ടോൺസ് എന്ത് ചെയ്യുന്നു, ഇവിടെ ഫോട്ടോ ഇലക്ട്രോഡിലേക്ക് എത്തുന്നു, ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുന്നു. അങ്ങനെ ഇജക്ട് ചെയ്ത് ആംപ്ലിഫൈ ചെയ്ത സിഗ്നൽ എന്ന് പറയുന്നത് ഇവിടെ എത്ര ഫോട്ടോൺസ് വന്നു എന്നുള്ളതിന് പ്രൊപ്പോർഷണൽ ആ. അപ്പൊ എത്ര ഫോട്ടോൺസ് വന്നു എന്നുള്ളത് നമ്മുടെ സാമ്പിളിൽ എത്ര എക്സ് ആറ്റംസ് ഉണ്ട് എന്നുള്ളതിന് പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെ നമുക്ക് അതിനെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഫോട്ടോ മൾട്ടിപ്ലൈഡ് ട്യൂബ് വെച്ചിട്ട് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടാണ് അനലൈസ് ചെയ്യുക. ആൻഡ് ഇവിടെ നമുക്ക് സ്ലിറ്റ് ആവശ്യമാണ്. അങ്ങനെ നമ്മൾ ഒരു വേവ് ലെങ്ത് ഡിറ്റർമൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ലിറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അടുത്ത വേവ് ലെങ്ത് ഡിറ്റർമൈൻ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. So it provides immediate intensity values. It do not require complex photographic processing. More widely used for quantitative emission spectrography. And it require an exit slit. സോ നമ്മൾ ഫിലിം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒന്നും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ് അനാലിസിസിനാണ്. ആൻഡ് ഫോട്ടോ മൾട്ടിപ്ലൈ ട്യൂബ് യൂസ് ചെയ്യാന്നുള്ളത് അത് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മൾ അതിന്റെ അപ്ലിക്കേഷൻസ് ആണ്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള അനാലിസിസ് എങ്ങനെയാ ചെയ്യാന്നുള്ളതാണ്. സോ ഫസ്റ്റ് qualitative analysis. It is a descriptive procedure offering the possibility of quantitatively identifying most of the metals and with special adaptation a few of the non-metal. അതൊരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. നമുക്കറിയാം, നമ്മൾ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിനെ വേപ്പറൈസ് ചെയ്യുകയും അറ്റോമൈസ് ചെയ്യുകയും എക്സൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡിസ്ട്രക്ട് ചെയ്യാണ്. നമ്മുടെ കൊടുത്ത സാമ്പിളിനെ നമ്മൾ ഡിസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഡിസ്ട്രക്റ്റീവ് പ്രൊസീജിയർ ആണ്. അത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് മെറ്റൽസിനാണ്. ആൻഡ് സ്പെഷ്യൽ അഡാപ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോൺ മെറ്റൽസിനും യൂസ് ചെയ്യാൻ പറ്റും. It is used for elemental analysis only and provide no information regarding the bonding in either molecules or alloy. നമ്മളിവിടെ ഏതൊക്കെ എലമെന്റ് ആണ് നമ്മുടെ സാമ്പിളിൽ പ്രസന്റ് ആയിട്ടുള്ളതെന്ന് മാത്രമാണ് നോക്കുന്നത്. അതിന്റെ ബോണ്ടിങ് റിഗാർഡഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും തരുന്നില്ല. അതിനുവേണ്ടി നമുക്ക് മറ്റു സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക് IR UV പോലത്തെ മറ്റു സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ എലമെന്റ് ഏതാണെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ മാത്രമേ ഈ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. Qualitative identification of the elements may be obtained by comparison of sample spectrum with a spectrum produced by pure non-standard sample. നമ്മുടെ സാമ്പിൾ സ്പെക്ട്രവും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ നമ്മുടെ അടുത്തുള്ള ഒരു സ്റ്റാൻഡേർഡ് സ്പെക്ട്രം ഉണ്ടാവും, സ്റ്റാൻഡേർഡ് സാമ്പിളിന്റെ സ്പെക്ട്രം ഉണ്ടാവും. അത് രണ്ടും കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഏത് എലമെന്റ് ആണ് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. The spectrum may be complex and there is possibility of lying lines of one element in close proximity of lines of another element. ചില കേസുകളിൽ നമ്മുടെ സ്പെക്ട്രം എന്ന് പറയുന്നത് കോംപ്ലക്സ് ആയിരിക്കാം. അതായത് ഒരു എലമെന്റിന്റെ ലൈനും വേറൊരു എലമെന്റിന്റെ ലൈനും ചിലപ്പോൾ ക്ലോസ് ആയിട്ട് ലൈ ചെയ്യുന്നുണ്ടായിരിക്കാം. A minimum of 2 or 3 lines is necessary for the positive identification of an element. The more lines are identified is the better. അപ്പൊ നമുക്ക് മിനിമം ഒരു 2-3 ലൈൻസ് ഒരു എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടണം. അതായത് ഒരു എലമെന്റിന് ഒരുപാട് ട്രാൻസിഷൻസ് പോസിബിൾ ആയിരിക്കും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻസ് 2-3 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ലൈൻസ്, മിനിമം 2-3 ലൈൻസ് നമുക്ക് പോസിറ്റീവ് ഐഡന്റിഫിക്കേഷൻ ആവശ്യമാണ്. കൂടുതൽ ലൈൻസ് ഐഡന്റിഫൈ ചെയ്താൽ അത് ഒന്നും കൂടെ നല്ലതാണ്. Once an element in a mixture is identified, the lines of that element are eliminated from the lines of the mixture. അപ്പൊ നമ്മൾ ഒരു എലമെന്റിനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി ആ ഐഡന്റിഫൈ ചെയ്ത ലൈൻ അതിന് റിമൂവ് ചെയ്യും. ദെൻ ബാക്കിയുള്ള ലൈൻ അനലൈസ് ചെയ്താൽ മതി. സോ ഈച്ച് സക്സസീവ് ഐഡന്റിഫിക്കേഷൻ ബിക്കം മോർ സ്ട്രേറ്റ് ഫോർവേഡ്. അപ്പൊ നമുക്ക് സക്സസീവ് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. As the concentration of metallic element in a powder mixture is successively made more and more dilute, the number and intensities of the lines in the spectra will vary. The more concentrated the element, the more complex obtained spectra. ഇപ്പൊ കോൺസെൻട്രേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സ്പെക്ട്ര ഒന്നും കൂടെ കോംപ്ലക്സ് ആണ്. നമ്മൾ ഡയലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്റൻസിറ്റി കുറയുകയും വീക്ക് ആയിട്ടുള്ള ട്രാൻസിഷൻസ്, അതായത് പോസിബിലിറ്റി കുറവുള്ള ട്രാൻസിഷൻസ് ഡിസപ്പിയർ ചെയ്യുകയും ചെയ്യും. സോ upon dilution, weaker line disappear and stronger line become more intense. And ultimately only strongest line remains. അതിനെയാണ് നമ്മൾ RU ലൈൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ട്രേസ് എലമെന്റ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ RU ലൈൻസ് ആണ് നോക്കുന്നത്. RU ലൈൻസിന്റെ പോസിറ്റീവ് ഐഡന്റിഫിക്കേഷൻ, അതായത് 2 or more RU ലൈൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ എലമെന്റ് പ്രസന്റ് ആണ് എന്ന് പറയും. സോ വേവ് ലെങ്ത് ഓഫ് അൺനോൺ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ ലീനിയർ
പൊളേഷ്യൻ. അതായത് ഇതാണ് നമ്മുടെ നോൺ സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് സ്റ്റാൻഡേർഡ് ആണ് ഇത്. ഇതാണ് അൺനോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ λ1 λ2 ഏതാണെന്ന് നമുക്കറിയാം. ഇനി നമ്മുടെ അൺനോണിൽ കിട്ടിയിട്ടുള്ള ഈ λx ഏതാണെന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം d1/d2, ഇതാണ് d1 എന്ന് പറയുന്നത്. അതായത് ഒരു നോണും ഒരു അൺനോണും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ദെൻ d2 എന്ന് പറയുന്നത് രണ്ട് നോൺ വേവ് ലെങ്ത്തുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. സോ d1/d2 എന്ന് പറയുന്നത്, d1 എന്ന് പറഞ്ഞാൽ എന്താണ്? λx മൈനസ് λ1 ആണ്. ഓക്കെ, λx മൈനസ് λ1 ആണ് d1 എന്ന് പറയുന്നത്. ദെൻ d2 എന്ന് പറഞ്ഞാൽ λ2 മൈനസ് λ1 ആണ്. സോ ഇത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് λx മൈനസ് λ1 ഇസ് ഈക്വൽ ടു, ഇതിനെ നമ്മൾ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ആണ്. സോ d1/d2 ഇൻറ്റു λ2 മൈനസ് λ1 എന്ന് വരും. ദർഫോർ λx എന്ന് പറയുന്നത് ഈ മൈനസ് λ1 ഈ സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് λ1 ആവും. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അൺനോണിലെ ലാംഡ ഏത് വേവ് ലെങ്ത് ആണ് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഫസ്റ്റ് വൺ ഡെൻസിറ്റോമീറ്റർ ആണ്. അതൊരു ഇൻസ്ട്രുമെന്റ് ആണ്. നമ്മൾ കളറിമെട്രി ഒക്കെ ചെയ്യുന്ന പോലെ ഇതിൽ ചെയ്യുന്നത് നമ്മുടെ ട്രാൻസ്മിറ്റഡ് റേഡിയേഷന്റെ ഇന്റൻസിറ്റി അത് മെഷർ ചെയ്യും. അത് വെച്ചിട്ട് നമ്മുടെ സാമ്പിൾ എത്രത്തോളം ഉണ്ട്, ദാറ്റ് ഇസ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ചെയ്യാണ്. ഓക്കെ, record the amount of light transmitted by the film. ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് വേറെ രീതിയിൽ ചെയ്യുന്നത് ഇന്റേണൽ സ്റ്റാൻഡേർഡ് മെത്തേഡ് ആണ്. അതിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഇന്റേണൽ സ്റ്റാൻഡേർഡ് മെത്തേഡ് വഴി എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇപ്പൊ നമ്മൾ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് അയോൺ ഇൻ സ്റ്റീൽ ആണ്. അയോൺ ഇൻ സ്റ്റീൽ. അപ്പോൾ ഇതിൽ നമുക്ക് അയോണിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് നോൺ ആണെന്ന് വിചാരിക്കാം. നമുക്ക് എത്രത്തോളം അയോൺ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ദെൻ ഇതിൽ എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്, അതിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് അറിയില്ല, അത് അൺനോൺ ആണ്. ആൻഡ് നമ്മൾ സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അയോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈനിന്റെ, അതായത് വേവ് ലെങ്ത്തിന്റെ ഇന്റൻസിറ്റി നമുക്കറിയാം. ഓക്കെ, നമുക്ക് സ്പെക്ട്രം എടുത്താൽ നമുക്ക് മനസ്സിലാവും അയോണിന്റെ ഇന്റൻസിറ്റി നമുക്കറിയാം. അതുപോലെ തന്നെ എക്സിന്റെ ഇന്റൻസിറ്റിയും നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ ഇന്റൻസിറ്റിയും അറിയാം. അപ്പൊ നമുക്ക് അയോണിന്റെ കോൺസെൻട്രേഷൻ അറിയാം, അയോണിന്റെ ഇന്റൻസിറ്റി അറിയാം. ആൻഡ് എക്സ് എന്ന് പറയുന്ന എലമെന്റിന്റെ ഇന്റൻസിറ്റി അറിയാം, പക്ഷെ കോൺസെൻട്രേഷൻ അറിയില്ല. ഇത് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് രണ്ട് പെയർ എടുക്കുക, ഒരെണ്ണത്തിന്റെ കോൺസെൻട്രേഷൻ നമുക്കറിയാം, ഒരെണ്ണത്തിന്റെ കോൺസെൻട്രേഷൻ നമുക്കറിയില്ല. ആൻഡ് ഇവിടെ നമുക്ക് ഇത് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അയോണിന്റെ കോൺസെൻട്രേഷൻ നമുക്കറിയാം, സോ അതിന്റെ ഇന്റൻസിറ്റി ഇത്രത്തോളം ആയി എന്നുള്ളത് നമുക്ക് മനസ്സിലായി. സോ എക്സിന്റെ ഇന്റൻസിറ്റി ഇത്രയാണെങ്കിൽ അതിന്റെ കോൺസെൻട്രേഷൻ എത്രയാവും എന്നുള്ളത് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു നോൺ ആയിട്ടുള്ള പെയറും ഒരു അൺനോൺ ആയിട്ടുള്ള പെയറും എടുത്ത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺനോണിന്റെ കോൺസെൻട്രേഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഈ പെയറിനെ നമ്മൾ ഹോമോലോഗസ് പെയർ എന്ന് പറയാം. ഇൻ കേസ് നമ്മുടെ സാമ്പിളിലെ ഒരു എലമെന്റിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ആ സാമ്പിളിലേക്ക് എന്ത് ചെയ്യുക, നമ്മളൊരു കോൺസെൻട്രേഷൻ അറിയുന്ന ഒരു കോൺസെൻട്രേഷൻ നമുക്ക് നോൺ ആണ്, അങ്ങനെ ഒരു സബ്സ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്യുന്നു. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത്, ഓക്കെ, വേവ് ലെങ്ത്തിന്റെ ഇന്റൻസിറ്റി നോക്കിയിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പറയുന്നത്. സോ അതാണ് ഇന്റേണൽ സ്റ്റാൻഡേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന് നമുക്ക് ഇന്റേണൽ സ്റ്റാൻഡേർഡ് മെത്തേഡോ അല്ലെങ്കിൽ ഡെൻസിറ്റോമീറ്ററോ യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അറ്റോമിക് എമിഷൻ സ്പെക്ട്രോസ്കോപ്പിയുടെ ബാക്കിയുള്ള ഇൻസ്ട്രുമെന്റേഷൻ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ അതിന്റെ സോഴ്സസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ മെയിൻ ആയിട്ടുള്ള സാമ്പിൾ ഹോൾഡേഴ്സ്, അതിനുശേഷം നമ്മൾ സ്ലിറ്റ്, അതിനുശേഷം ഡിസ്പേർഷൻ എലമെന്റ്, ദെൻ ഡിറ്റക്ടർ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ അതിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമ്മൾ നോക്കി. സോ ഇത്രയുമാണ് അറ്റോമിക് എമിഷൻ സ്പെക്ട്രോസ്കോപ്പിയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.